Welcome to Disha Academy. This is your English tutor Atul. So ഇംഗ്ലീഷിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ ആസ്പിരൻസിനും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിപ്പോസിഷൻസിനെ പറ്റിയിട്ടാണ് അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും പ്രിപ്പോസിഷൻസിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ തവണ വളരെ ബ്രീഫായിട്ട് എന്തിനാണ് പ്രിപ്പോസിഷൻസ് ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്നതെന്നും എന്താണ് പ്രിപ്പോസിഷൻസ് എന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞു പോവുകയുണ്ടായി അല്ലെ? എന്തിനാണ് ഒരു സെന്റൻസിൽ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ഒരു സെന്റൻസിലെ വാക്കുകളെ മീനിങ് ആയിട്ട് ബന്ധിപ്പിക്കാനാണ് പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത് അല്ലെ? മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ബന്ധത്തെ സൂചിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളെ പ്രിപ്പോസിഷൻസ് എന്ന് പറയാം. സ്ക്രീനില് നമുക്ക് ഏറ്റവും പരിചയമുള്ള കുറച്ച് പ്രിപ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഓഫ്, എബൌട്ട്, ഇന്ന്. ഈ കക്ഷികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഓരോരുത്തർക്കും ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട് അല്ലെ? ഒന്നിലധികം കോണ്ടെക്സ്റ്റുകളിൽ ഇവരെ ഓരോരുത്തരെയും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഒരു സെന്റൻസിൽ ഇവരെ പ്ലേസ് ചെയ്യുമ്പം വളരെ കൺഫ്യൂസിങ് ആയി തോന്നും പരസ്പരം, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഇങ്ങനെ മാറിപ്പോകാതിരിക്കാനും പ്രിപ്പോസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്സ് കുറയ്ക്കാനും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് അല്ലെ? പലപ്പോഴും നമ്മൾ അബദ്ധത്തിലേക്ക് തള്ളിവിടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു 3 പേരാണ് സ്ക്രീനിൽ കാണുന്ന ഈ ഇന്നും, ഓണും, അറ്റും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ? നമുക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് എട്ടിന്റെ പണി നമുക്ക് സാധാരണ കിട്ടാറുള്ളത് അല്ലെ? അപ്പൊ ഇപ്പൊ നമുക്ക് പേടിക്കണ്ട, കാരണം നമ്മൾ ഇവരെ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ പേപ്പറും പേനയൊക്കെ എടുത്ത് ഇരുന്നോളൂ, നമ്മൾ ഇവരെ കീറി മുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ് അല്ലെ? നോക്കൂ, സ്ക്രീനില് മനോഹരമായ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അല്ലെ? ഒരു നായക്കുട്ടി തറയിൽ കിടന്നുറങ്ങുകയാണ്. ആ നായയുടെ സ്ഥാനം എവിടെയാണ്? ഒരു മുറിക്കുള്ളിലാണ്. ചിത്രത്തിൽ നമുക്ക് കാണാം, ഒരു ജനല് കാണുന്നുണ്ട് അല്ലെ? ഒരു ജനലും കൃത്യമായ ചുവരുകളുള്ള എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മുറിക്കകത്താണ് ആ നായ കിടക്കുന്നത്. നായയുടെ സ്ഥാനം എവിടെയാണ്? മുറിക്കുള്ളിലാണ് അല്ലെ? അപ്പൊ നായ മുറിക്കുള്ളിലാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം? ഇങ്ങനെ പറയാം അല്ലെ? നോക്കൂ, ദ ഡോഗ് ഈസ് ഇൻ ദ റൂം എന്ന് പറയാം, മുറിക്കുള്ളിൽ. നോക്കൂ, എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഈ പേനയെ എന്റെ കയ്യിലുള്ള ഈ ബോക്സിന്റെ ഉള്ളിലേക്ക് ഞാൻ നിക്ഷേപിച്ചാൽ എനിക്കിപ്പോ എന്ത് പറയാം? ദ പെൻ ഈസ് ഇൻ ദ ബോക്സ് എന്ന് പറയാം അല്ലെ? ബോക്സിന്റെ ഉള്ളിലാണ് ഇപ്പൊ പേനയുടെ സ്ഥാനം. ഞാൻ ഓൾറെഡി അതിനകത്ത് ഇട്ടു. അപ്പൊ എനിക്ക് എന്ത് പറയാം? ദ പെൻ ഈസ് ഇൻ ദ ബോക്സ് എന്ന് പറയാം. ഇപ്രകാരം ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ കൃത്യമായ എന്താണ് പറയുക, ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഉള്ള വലിയ രാജ്യത്തിന്റെയോ വൻകരയുടെയോ അല്ലെങ്കിൽ കൃത്യമായ തുടക്കവും ഒടുക്കവും ഉള്ള ഒരു കാലയളവിന്റെ ഒക്കെ ഉള്ളിൽ അല്ലെങ്കിൽ പരിധിക്കുള്ളിൽ, അതിർത്തിക്കുള്ളിൽ എന്നൊക്കെ പറയാനാണ് സാധാരണ ഇന്ന് എന്ന പ്രിപ്പോസിഷൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. വളരെ വ്യക്തമായി ഓരോ ഉപയോഗവും നമുക്ക് പരിശോധിക്കാം. സ്ക്രീനിലേക്ക് നോക്കിക്കേ. ഒന്നാമത്തെ ഉപയോഗം അല്ലെ? എൻക്ലോസ്ഡ് ആയിട്ടുള്ള റൂമുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ വലിയ സിറ്റികളോ അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളുടെ ഒക്കെ മുമ്പില് നമ്മൾ എന്ത് ചേർക്കും? അതിന്റെ ഉള്ളിൽ എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചേർക്കും? പ്രത്യേകിച്ച് രാജ്യങ്ങളുടെ ഒക്കെ മുമ്പില് എപ്പോഴും ഇന്നാണ് ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുക. ഒന്നാമത്തെ സെന്റൻസ് നോക്കിയേ, ഹി വർക്ക്സ് ഇൻ അമേരിക്ക. അവൻ അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? അമേരിക്ക എന്ന് പറയുന്ന കൃത്യമായ അതിർത്തികളുള്ള ആ രാജ്യത്തിന്റെ ഏതോ ഭാഗത്താണ് അവൻ ജോലി ചെയ്യുന്നത്. കൃത്യമായ ഒരു സ്ഥലം പറയുന്നില്ല, പക്ഷെ അമേരിക്കയുടെ അതിർത്തികൾക്കുള്ളിൽ ആണ് അവൻ ജോലി ചെയ്യുന്നത്. കണ്ടോ? അങ്ങനെ കാണിക്കാൻ എന്ത് പറയണം? ഹി വർക്ക്സ് ഇൻ അമേരിക്ക എന്ന് പറയണം. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ, ഷീ ലിവ്സ് ഇൻ ദ സിറ്റി. അവൾ സിറ്റിക്കുള്ളിലാണ് ജീവിക്കുന്നത്. ദേ ഹെൽഡ് ദ മീറ്റിംഗ് ഇൻ ദ ബിൽഡിംഗ്. കണ്ടോ? ബിൽഡിങ്ങിനുള്ളിലാണ് അവർ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. കണ്ടു? ബിൽഡിങ്ങിന്റെ ഉള്ളിൽ, ആ സ്ഥാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. വലിയ രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ചേർക്കുന്നത് എന്താണ്? ഇന്നാണ്. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാല് വലിയ കാലയളവിനുള്ളിൽ എന്ന് കാണിക്കാൻ ഇന്നാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ, ഇയേഴ്സ് ആൻഡ് സെഞ്ചുറീസ്.
നൂറ്റാണ്ടുകളുടെയും വർഷങ്ങളുടെ ഒക്കെ മുമ്പിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നാണ് കേട്ടോ. ഇൻ 2024, 2023, അല്ലെ ഇൻ 2002, ഇൻ 2003 കണ്ടോ. വർഷങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, വർഷം നമുക്കറിയാം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലയളവിനെയാണ് നമ്മൾ വർഷം എന്ന് പറയുന്നത്. ആ വർഷത്തിൽ എന്ന് കാണിക്കാൻ എന്ത് വേണം? ഇന്നാണ് ഉപയോഗിക്കുക കണ്ടോ. ഇൻ ദ 21st century കണ്ടോ, 21ാം നൂറ്റാണ്ടിൽ. കൃത്യമായ ഒരു ബിഗിനിങ്ങും ഒരു അവസാനവും ഒക്കെ ഉള്ളതാണ് അല്ലെ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെ അതിന്റെ ഇടയിൽ എന്തോ എവിടെയോ എന്ന് പറയാനാണ് ഇൻ ഉപയോഗിക്കുന്നത്, നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പിൽ കണ്ടോ. അടുത്ത് നോക്കിയ മാസങ്ങളുടെ മുമ്പിൽ കണ്ടോ, രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ഈവന്റ് ഹാപ്പൻഡ് ഇൻ 2023. രണ്ടാമത്തെ സെന്റൻസ് വായിച്ചു നോക്കിയേ. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് കണ്ടോ 19ാം നൂറ്റാണ്ടിൽ അല്ലെ 19ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയത് കണ്ടോ. കൃത്യമായിട്ട് പറയുന്നില്ല, നൂറ്റാണ്ടിൽ തുടങ്ങി എന്ന് മാത്രമേ പറഞ്ഞു. മാസങ്ങളുടെ മുമ്പിലും ഇന്നാണ് ഉപയോഗിക്കുക. നോക്കിക്കേ, ഇൻ മാർച്ച്, ഇൻ ഡിസംബർ, ഇൻ ജൂലൈ. ഐ വാസ് ബോൺ ഇൻ മാർച്ച്, ഞാൻ മാർച്ചിലാണ് ജനിച്ചത്. ദേ പ്ലാൻ ടു വിസിറ്റ് ഇൻ ഡിസംബർ, അവർ ഡിസംബറിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്ത് വിസിറ്റ് ചെയ്യുന്നു എന്ന് കൊടുത്തിട്ടില്ല. They plan to visit in December. ഡിസംബറിലാണ്, ഏത് ഡേറ്റും ആവാം അല്ലെ, 1 തൊട്ട് 31 വരെയുള്ള ദിവസങ്ങളിലല്ലേ, ഏത് ഡേറ്റും ആവാം ഡിസംബറിൽ. അടുത്ത നോക്കിക്കേ, അടുത്ത നോക്കൂ. ചില സീസണുകളുടെ മുമ്പിലും ഇന്നാണ് ഉപയോഗിക്കുക. ഇൻ സമ്മർ, ഇൻ വിന്റർ, ഇൻ സ്പ്രിംഗ് അല്ലെ. We travel in summer, the flowers bloom in spring കണ്ടോ. കാലങ്ങൾ അല്ലെ, ഓരോ ഋതുക്കൾ, സീസൺസിന്റെ മുമ്പിലും ഇന്നാണ് ജയിക്കുക. പീരീഡ്സ് ഓഫ് ദ ഡേ അല്ലെ, ഒരു ദിവസത്തിന്റെ തന്നെ ഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് കണ്ടോ. ഐ എക്സസൈസ് ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെ ഞാൻ ചെയ്യാറുണ്ട് അല്ലെ. ഒരു ദിവസത്തിന്റെ ഭാഗങ്ങളെ അല്ലെ, പീരീഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇന്നാണ് ഉപയോഗിക്കുക. ദിവസത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കും, അതിന്റെ മുമ്പിൽ ഇൻ ഉണ്ടായിരിക്കണം. We will meet in the evening, നമ്മൾ വൈകുന്നേരം നമ്മൾ കാണും. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം ആ ഒരു പെർട്ടിക്കുലർ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ കാണും എന്നാണ് പറയാ. ഓക്കെ, അടുത്ത നോക്കൂ. യെസ്, മിനിറ്റ്സ് ആൻഡ് അവേഴ്സ് അല്ലെ, മിനിറ്റുകൾക്കുള്ളിൽ അല്ലെ മണിക്കൂറുകൾക്കുള്ളിൽ എന്നൊക്കെ കാണിക്കാൻ എന്താണ്, ഇന്നാണ് ഉപയോഗിക്കുക. ഐ വിൽ സീ യു ഇൻ 15 minutes കണ്ടോ, 15 മിനിറ്റിനുള്ളിൽ ഞാൻ നിന്നെ കാണാം കണ്ടോ. 15 minutes എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡ് ആണ് അല്ലെ, ഒരു ടൈം പീരീഡ് ആണ്. അടുത്ത് നോക്കിയേ, ദ ട്രെയിൻ വിൽ അറൈവ് ഇൻ ആൻ അവർ അല്ലെ, ഒരു മണിക്കൂറിനുള്ളിൽ ട്രെയിൻ എത്തിച്ചേരും. ഇത്തരത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ എന്നൊക്കെ പറയാൻ എന്താ ഉപയോഗിക്കുന്നത്, ഇന്നാണ് ഉപയോഗിക്കുന്നത് കണ്ടോ. അടുത്തത് നോക്കൂ, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ കോണ്ടെക്സ്റ്റുകൾ അല്ലെ. ഭൂതകാലത്ത്, ഭാവി കാലത്ത് അല്ലെങ്കിൽ വർത്തമാന കാലത്ത് എന്നൊക്കെ പറയാൻ എന്താ ഉപയോഗിക്കുന്നത്, ഇന്നാണ്. ഇൻ ദ പാസ്റ്റ്, ഇൻ ദ ഫ്യൂച്ചർ, ഇൻ മോഡേൺ ടൈംസ് അല്ലെ, ഇൻ ദ പ്രസന്റ്. ദിസ് സ്റ്റൈൽ വാസ് പോപ്പുലർ ഇൻ ദ പാസ്റ്റ്, ഈ സ്റ്റൈല് പണ്ട് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. വി വിൽ മീറ്റ് അഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ അല്ലെ, നമ്മൾ പിന്നെയും നമ്മൾ കാണും. എപ്പം, ഭാവിയിൽ കണ്ടോ. ഭാവിയിൽ എന്ന് കാണിക്കാനാണ് ഇൻ ഉപയോഗിച്ചത്. ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ദ പാസ്റ്റ്, ഇൻ മോഡേൺ ടൈംസ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. ഇൻ ദ പ്രസന്റ് എന്നൊക്കെ പറയും. ഓക്കെ, അടുത്ത് നോക്കിക്കേ. യെസ്, അടുത്തത് ചില ഗതാഗത സംവിധാനങ്ങളെ കുറിച്ച് പറയാനും ഇന്ന് ഉപയോഗിക്കും. പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾ, അതായത് നമ്മൾ എന്താണ് പറയുക, കാറ് പോലുള്ള കുഞ്ഞു കാറ്, റിക്ഷ അല്ലെങ്കിൽ എന്താണ് ഹെലികോപ്റ്റർ, ട്രക്ക് പോലുള്ള വാഹനങ്ങളുടെ പ്രത്യേകത എന്താണ്, നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണ് അല്ലെ അതിലൊക്കെ കയറുന്നത്. നമുക്ക് ഇരുന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ നീങ്ങാനും എണീറ്റ് നിൽക്കാനും ഒക്കെ പറ്റുമോ? കാറിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാറിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടോ അടിയിൽ? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലിമിറ്റഡ് മൂവ്മെന്റ് ആണ് അല്ലെ. അത്തരത്തിൽ ലിമിറ്റഡ് മൂവ്മെന്റ് മാത്രം സാധ്യമാകുന്ന കുഞ്ഞ് ക്യാബിനൊക്കെയുള്ള വാഹനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ നമ്മൾ ഇൻ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് കാറിന്റെയും ടാക്സിയുടെയും ട്രക്കിന്റെ ക്യാബിൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അല്ലെ, ഡ്രൈവർ സഹായിയൊക്കെ ഇരിക്കുന്ന ക്യാബിൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അവിടെ ഇരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലെ. നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അത് മറ്റു കാര്യങ്ങൾ, ലിമിറ്റഡ് മൂവ്മെന്റ് ആണ് അതിനകത്തുള്ളത്. ഇപ്പൊ എന്ത് വേണം, they arrived in a car കണ്ടോ, in a car. He traveled in a taxi
അല്ലെ? ടാക്സി എന്ന് പറയുന്നത് നമുക്കറിയാം ചെറിയൊരു ഇതാണ്, പിക്കിൾ പോലത്തെ ഒരു സാധനമാണ്, അല്ലെ ഇരിക്കുന്ന സാധനമൊക്കെ. ഓക്കെ, ദ പാക്കേജ് വാസ് ഡെലിവേർഡ് ഇൻ എ ട്രക്ക്. ഒരു ട്രക്കിലാണ് പാക്കേജ് ഡെലിവർ ചെയ്യപ്പെട്ടത്. കണ്ടോ, ഇത്തരത്തിലുള്ള എൻക്ലോസ്ഡ് ആയിട്ടുള്ള, ഓപ്പൺ അല്ലാത്ത, ലിമിറ്റഡ് മൂവ്മെന്റ് മാത്രമുള്ള വാഹനങ്ങളുടെ മുമ്പിൽ, അല്ലെ, ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. വ്യക്തമായോ? വ്യക്തമായോ? ഇതൊക്കെയാണ് ഇന്നിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കിക്കേ. അടുത്തതും ഒരു ചിത്രമാണ്, അല്ലെ? ഒരു ചിത്രമാണ്. എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന്റെ മുകളിലാണ്, അല്ലെ, മുകളിൽ ഒരു എന്താണ്, ഒരു ബുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടേബിളിന്റെ മുകളിലാണ് പുസ്തകം ഇരിക്കുന്നത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നോക്കിക്കേ, ഇങ്ങനെ പറയാം, അല്ലെ? ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയാം, അല്ലെ? ടേബിളിന് മുകളിലാണ് പുസ്തകം വെച്ചിരിക്കുന്നത്. മേശയുടെ മേൽ പുസ്തകം വെച്ചിരിക്കുന്നു. സപ്പോസ് ഇതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കും. എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്, അല്ലെ? ഈ പേനയെ ഞാൻ ഇവിടെ വെച്ചാൽ എന്ത് പറയാം? ഇതൊരു ടേബിൾ ആണെന്ന് വിചാരിച്ചാൽ ദ പെൻ ഈസ് ഓൺ ടേബിൾ എന്ന് പറയാം. മേശയുടെ പുറത്താണ്, അല്ലെ, വെച്ചിരിക്കുന്നത്, മേലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എന്തിനൊക്കെ മേൽ എന്ന് പറയാനാണ്, മേൽ എന്ന് പറയാനാണ് എന്ത്, ഓൺ ഉപയോഗിക്കുന്നത്. ഓണിന്റെ മറ്റ് ഉപയോഗങ്ങളും നമുക്ക് പരിചയപ്പെടാം. നോക്കിക്കേ, ഓൺ. ദേ നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതലത്തിന്റെ മേലെ, അല്ലെങ്കിൽ ഒരു നിരപ്പായ ഒരു സ്ഥലത്തിന്റെ മേലെ, ഒന്നിന് മേലെ എന്ന് കാണിക്കാൻ ഓൺ ഉപയോഗിക്കും. ഓൺ ദ ടേബിൾ, ഓൺ ദ വാൾ, ഓൺ ദ ഫ്ലോർ, on the chair, on the roof. കണ്ടോ, നോക്കിക്കേ, the keys are on the table. താക്കോല് ടേബിളിന്റെ മുകളിലാണ്. The picture is on the wall. കണ്ടോ, ഭിത്തിയിന്മേലാണ് ആ ചിത്രമുള്ളത്. There is a book on the shelf. ഷെൽഫിന്റെ മുകളിൽ, അല്ലെ, ഷെൽഫിന്റെ പുറത്ത് ഒരു ബുക്ക് അവിടെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സർഫസ്, അല്ലെങ്കിൽ പ്രതലത്തിന്റെ മുകളിൽ, അല്ലെ, മേലെ എന്നൊക്കെ കാണിക്കാനാണ് ഓണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. കൃത്യമായ ദിവസങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, കൃത്യമായ ദിവസങ്ങൾ, അതൊരു പക്ഷെ ഒരു ആഘോഷ ദിവസമായിരിക്കാം, അല്ലെ എന്താണ്, ആഴ്ചയിലെ ദിവസങ്ങളായിക്കോട്ടെ, അതിനൊക്കെ മുമ്പില് കൃത്യമായിട്ട് ഓൺ ചേർത്തിരിക്കണം. എക്സാമ്പിൾസ് നോക്കിക്കേ, ഓൺ മൺഡേ, അല്ലെ, കണ്ടോ, ഓൺ ക്രിസ്മസ് ഡേ, ഓൺ മൈ ബർത്ത്ഡേ, ഓൺ ദ വീക്കെൻഡ്, ഓൺ ദ 1st January, ഓൺ ഈസ്റ്റർ സൺഡേ, ഓൺ ന്യൂ ഇയേഴ്സ് ഈവ്. കണ്ടോ, കൃത്യമായ സ്പെഷ്യൽ ഡേയ്സിന്റെ കൂടെയും, അല്ലെ, സ്പെസിഫിക് ആയിട്ടുള്ള ആഴ്ചയുടെ ദിവസങ്ങളുടെ കൂടെയും ഓൺ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കണ്ടോ, ഓൺ ഫ്രൈഡേ, അല്ലെ, ഓൺ തേഴ്സ്ഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെൻസ്ഡേ. ഐ ഹാവ് എ മീറ്റിംഗ് ഓൺ മൺഡേ. എന്താണ് അതിന്റെ അർത്ഥം? തിങ്കളാഴ്ച എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓൺ മൺഡേ. കണ്ടോ, കൃത്യമായ ദിവസം വന്നതുകൊണ്ട് ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. We will celebrate on Christmas Day. ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. കണ്ടോ, സ്പെഷ്യൽ ഡേ ആണ്, അല്ലെ, കൃത്യമായിട്ടുള്ള ഡേ പറയുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ഡേ ആണ് ഓൺ ക്രിസ്മസ് ഡേ. The party is on my birthday. എന്റെ ജന്മദിനത്തിലാണ് പാർട്ടി. കണ്ടോ, the party is on my birthday. കണ്ടോ, കൃത്യമായ ഒരു ദിവസമാണ്, അല്ലത് ഓൺ മൈ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായ ദിവസങ്ങളുടെ മുമ്പിൽ ഓൺ ഉപയോഗിക്കണം. ക്ലിയർ? മറ്റൊരു ഉപയോഗം നോക്കിക്കേ. കൃത്യമായ കലണ്ടർ ഡേറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പം ഓൺ ഉപയോഗിക്കണം. ഓക്കെ, കൃത്യമായ കലണ്ടർ ഡേറ്റുകളുടെ കൂടെ നോക്കിക്കേ, യൂസ് ടു സ്പെസിഫിക് കലണ്ടർ ഡേറ്റ്സ്. എക്സാമ്പിൾസ് നോക്കിക്കേ, ഓൺ ദ 5th October, ഓൺ 1st July, ഓൺ 12th March, ഓൺ 25th December, ഓൺ 14th February, on the 10th of August, അല്ലെ, on Easter Monday. അങ്ങനെ കൃത്യമായ ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ ഓൺ ഉപയോഗിക്കുക. The meeting is scheduled on 5th October. അവിടെ ഒക്ടോബർ എന്ന് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ചേർത്തേനെ, നമ്മൾ മുമ്പ് പറഞ്ഞതും, അല്ലെ, മാസങ്ങളുടെ മുമ്പ് ഇന്നാണ് ചേർക്കേണ്ടത്. ഇവിടെ കൃത്യമായ ഡേറ്റ് വന്നതുകൊണ്ട് ഇന്ന് പറ്റില്ല, ഓൺ തന്നെ പറ്റുകയുള്ളൂ. We are going on holiday on 1st July. ജൂലൈ 1 തന്നെ നമ്മൾ ഹോളിഡേ ആഘോഷിക്കും, അല്ലെ, വെക്കേഷൻ ഒക്കെ പോകുന്നു. The event will take place on 25th December. ഡിസംബർ 25 ആ ഈവന്റ് നടക്കും. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കലണ്ടർ ഡേറ്റ്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ്. ഓക്കെ,
അടുത്ത് നോക്കിക്കേ. ഇനി ഇന്നിന്റെ പോലെ തന്നെ ഇന്നിൽ നമ്മൾ പറഞ്ഞു മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ചെറിയ വാഹനങ്ങൾ അല്ലെ ലിമിറ്റഡ് മൂവ്മെന്റ് ഉള്ള വാഹനങ്ങളുടെ കൂടെ ഇന്നാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഓറും വാഹന അല്ലെ ഗതാഗത എന്താണ് പറയാ സൗകര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓൺ ഉപയോഗിക്കും. എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എസ്പെഷ്യലി എന്താണ് നമുക്ക് കയറിയൊക്കെ നിൽക്കാനും നിന്നു പോവാനും പിന്നെ കൃത്യമായ നടന്നു പോകാനുള്ള പ്ലാറ്റ്ഫോം ഒക്കെയുള്ള വലിയ അല്ലെ ലാർജർ ഓപ്പൺ വെഹിക്കിൾസിന്റെ കൂടെ ഓൺ ആണ് ഉപയോഗിക്കുക. ഉദാഹരണങ്ങൾ നോക്കിയേ. ഓൺ എ ബസ്. ബസ്സിന് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ട്രെയിനിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കയറാം. നമ്മളിങ്ങനെ കുനിഞ്ഞ് കയറണോ? ട്രെയിനിൽ കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് ഉറങ്ങാം, കിടക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിൽക്കാം അല്ലെ. ഓൺ എ ട്രെയിൻ, ഓൺ എ ബൈസൈക്കിൾ എന്താണ് കൃത്യമായിട്ട് അല്ലെ നമുക്ക് അതിന്റെ പുറത്തിരുന്നാണ് അല്ലെ പോകുന്നത്. ഓൺ എ പ്ലെയിൻ അല്ലെ, പ്ലെയിനിന്റെ ഉള്ളിൽ കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് ഒരുപാട് മൂവ്മെന്റിനുള്ള സ്ഥലവുമുണ്ട്. ഓൺ എ ബോട്ട്, ബോട്ടിന്റെ മേലെയാണ് അല്ലെ. ഓൺ എ ഫെറി, ഓൺ എ സ്കൂട്ടർ, സ്കൂട്ടറിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നാണ് പോകുന്നത് അല്ലെ, ഓപ്പൺ വെഹിക്കിൾസ്. ഓൺ എ ക്രൂസ് ഷിപ്പ്, ഓൺ എ സ്കേറ്റ് ബോർഡ്, സ്കേറ്റ് ബോർഡിൽ എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇങ്ങനെ അതിന്റെ ബോർഡിന് പുറത്ത് ഇങ്ങനെ കയറി നിൽക്കുകയാണ് ചെയ്യുക അല്ലെ, ഓൺ എ സ്കേറ്റ് ബോർഡ്. പിന്നെ കാൽനടയായിട്ട് പോകുന്നതിന് ഓൺ ഫുട്ട് എന്നാണ് പറയാറ് കേട്ടോ. We went to school on a bus. നമ്മൾ ബസ്സിലാണ് സ്കൂളിലേക്ക് പോയത്. ഓൺ എ ബസ്. റിമെമ്പർ, ഇന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് ഉപയോഗിക്കുന്നത് ചെറിയ ലിമിറ്റഡ് സ്പേസ് മാത്രമുള്ള വാഹനങ്ങളുടെ കൂടെയാണ്. ഉദാഹരണത്തിന് കാറ് അല്ലെ, കാറ് പോലുള്ള, വാന് പോലുള്ള, SUV പോലുള്ള വാഹനങ്ങൾക്ക് ഇന്നാണ് ഉപയോഗിക്കുന്നത്, റിക്ഷ പോലുള്ള. പക്ഷെ ബസ്, ട്രെയിന്, ഷിപ്പ്, പ്ലെയിന് പോലുള്ള വലിയ വലിയ എന്താണ് ഗതാഗത സൗകര്യങ്ങൾക്ക് നമ്മൾ എന്ത് വേണം? ഓൺ ആണ് ഉപയോഗിക്കുക. He likes to read while traveling on a train. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവന് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. The cargo was transported on a ship. On a ship. കണ്ടോ, ഷിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുതാണ് അല്ലെ, വലുതാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം തിരിച്ചറിയുക. ഓക്കെ, അതാണ് ഓണുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് സ്ക്രീനിൽ വീണ്ടും ഒരു ചിത്രം കാണാം. ഒരു കാറ് ട്രാഫിക് ലൈറ്റിന്റെ അടുത്ത് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അല്ലെ. ട്രാഫിക് ലൈറ്റിന്റെ അടുത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. എങ്ങനെ ഇംഗ്ലീഷിൽ അതിനെ പറയാം? ഒരു കൃത്യമായ ഒരു ലൊക്കേഷൻ ആണ് അല്ലെ, കൃത്യമായ ഒരു ലൊക്കേഷൻ ആണ്. ട്രാഫിക് ലൈറ്റിന്റെ അടുത്താണ് ആ കാറ് നിർത്തിയിട്ടിരിക്കുന്നത്. സോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്. എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം, ദ കാർ ഈസ് അറ്റ് ദ ട്രാഫിക് സിഗ്നൽ. കണ്ടോ, കൃത്യമായ സ്ഥലം. ദ കാർ ഈസ് at the traffic signal. ട്രാഫിക് സിഗ്നലിന്റെ അടുത്താണ് കാർ ഉള്ളത്. ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷൻസിനെ പറ്റി സംസാരിക്കാനും, അല്ലെങ്കിൽ ഒരുപക്ഷെ കൃത്യമായ ഒരു സമയമായിരിക്കാം, കൃത്യമായ ഒരു ലൊക്കേഷൻ ആയിരിക്കാം. ഈ സന്ദർഭങ്ങളിലൊക്കെയും അറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, കൃത്യമായ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കാം അറ്റ് തന്നെ ഉപയോഗിക്കണം. കണ്ടോ, at 47th Street, at work, കണ്ടോ, വർക്ക് പ്ലേസിലൊക്കെ ഉള്ള at work എന്ന് പറയാം. At the back, at home, at the railway station, at the entrance, at the airport, at the supermarket, at the corner. ഇതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് അല്ലെ. അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പാർക്ക് എന്ന് പറഞ്ഞാൽ ആ പാർക്കിന്റെ എൻട്രൻസ് ആണ്, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലെ. അറ്റ് ദ ലൈബ്രറി, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ അല്ലെ. കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകള്, ലൊക്കേഷൻ, ഇതിനൊക്കെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഹി ഈസ് വെയിറ്റിംഗ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ബിൽഡിംഗ്. ആ വലിയ ബിൽഡിങ്ങിന്റെ എൻട്രൻസിന്റെ അടുത്ത് അവൻ വെയിറ്റ് ചെയ്യുകയാണ്. എൻട്രൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ലൊക്കേഷൻ ആണ് അല്ലെ. ഷീ വർക്ക്സ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് ഇൻ ദ ഈവനിങ്സ്. വൈകുന്നേരങ്ങളിൽ അവൾ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാറുണ്ട്. They met at the corner of the main street. മെയിൻ സ്ട്രീറ്റിന്റെ ഒരു കോർണറിലാണ് അല്ലെ. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലുതാണ്, അതിന്റെ ഒരു മൂലയ്ക്കാണ്, കൃത്യമായ ഒരു ലൊക്കേഷൻ ആണത്. അറ്റ് ദ കോർണർ ഓഫ് ദ മെയിൻ സ്ട്രീറ്റ്. ഓക്കെ, അപ്പൊ അതിനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൃത്യതയുള്ള പ്രിസൈസ് ആയിട്ടുള്ള സമയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനും എന്തുപയോഗിക്കും? അറ്റ് ഉപയോഗിക്കും. at 5 PM അല്ലെ, at 4 AM, at 3:30 AM. ഇങ്ങനെ കൃത്യമായിട്ടുള്ള സമയം പറയുന്നുണ്ടെങ്കിൽ അറ്റ് തന്നെ ഉപയോഗിക്കണം. at midnight, at sunrise, at sunset, at night, at the moment, at noon അല്ലെ, at midnight എന്നൊക്കെ നമുക്ക് പറയാം.
The train arrives at 4:30 AM. കൃത്യമായ ഒരു സമയമാണ് അല്ലെ, 4:30, വെളുപ്പിന് 4:30 ട്രെയിൻ വരിക. ഒരു സ്പെസിഫിക് ടൈമാണ് അറ്റ് ഉപയോഗിക്കണം. I like to read at midnight. Midnight എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒരു സ്പെസിഫിക് ആയിട്ട്, രാത്രി എന്ന് പറഞ്ഞൊരു ടൈം പീരീഡ് ആണ്. ആ ടൈം പീരീഡിൽ ഒരു സ്പെസിഫിക് പോയിന്റ് ആണ് അല്ലെ മിഡ് എന്ന് പറയുന്നത്. I like to read at midnight. We usually go for a walk at sunrise. സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സ്പെസിഫിക് ടൈം കണ്ടോ, at sunrise. ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം, at ഉപയോഗിക്കണം. ഇനി ഒരാളുടെ ഏജിനെ കുറിച്ച് സംസാരിക്കും, അല്ല ഒരാളുടെ ജീവിതത്തിലെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മുഹൂർത്തത്തെ പറ്റി സംസാരിക്കുമ്പോഴും നമുക്ക് at ഉപയോഗിക്കാം. At the age of 5 he learned to read. 5-ാം വയസ്സിലാണ്, കൃത്യമായ ഒരു വയസ്സ് പറയുന്നുണ്ട്, 5-ാം വയസ്സിലാണ് അവൻ വായിക്കാൻ പഠിക്കുന്നത്. At the age of 5 he learned to read. She started her career at the age of 30. 30-ാം വയസ്സിലാണ് അവൾ അവളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സി, ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏജ് ആണ് അല്ലെ. At the age of 30. At 25 he moved to another city for work. 25-ാം വയസ്സിൽ അവൻ എന്ത് ചെയ്തു, മറ്റൊരു നഗരത്തിലേക്ക്, മറ്റൊരു പട്ടണത്തിലേക്ക് വർക്കിന്റെ ആവശ്യത്തിനായിട്ട് അവൻ മാറി. കണ്ടോ, at 25 അവൻ 25 വയസ്സായിരുന്നു. കൃത്യമായിട്ടുള്ള ഏജിനെ കുറിച്ച് പറയുമ്പോൾ at ഉപയോഗിക്കണം. ഓക്കെ ഓക്കെ ഇതാണ് പ്രിപ്പോസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള, ഈ പ്രത്യേകിച്ച് അറ്റ്, ഓണ്, ഇന്ന് തുടങ്ങിയ പ്രിപ്പോസിഷൻസിനെ പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് കരുതി പ്ലീസ് ഡോണ്ട് സ്കിപ്പ്. നിങ്ങൾക്കായിട്ട് നോക്കൂ, നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഏറ്റവും ആദ്യത്തിലേക്ക് നിങ്ങൾക്ക് പോയിട്ട് വീണ്ടും വീണ്ടും ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും കൂടി കാണാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 15ഓളം ക്വസ്റ്റ്യൻസ്, നിങ്ങൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിലാക്കി എന്ന് എനിക്ക് മനസ്സിലാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വിസ് ആണ് ഇനി നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ വാച്ചിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ട് വീണ്ടും വീഡിയോയുടെ ആദ്യം തുടങ്ങി ഇവിടം വരെ കാണുക, എന്നിട്ട് വന്നിട്ട് ക്വിസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ കണ്ട് ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ഷൂട്ട് ഔട്ട് യുവർ മാർക്സ് ഇൻ ദ കമന്റ് സെക്ഷൻ കേട്ടോ. കിട്ടുന്ന മാർക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ആരാണ് മിടുക്കനും മിടുക്കത്തി എന്നൊക്കെ നോക്കട്ടെ. സോ വി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പ്രിപ്പോസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വിസ് ആണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, she will meet us dash the airport before the flight. എന്താണ്? ഇതാണ് കേട്ടോ. she will meet us at the airport before the flight. at ആണ്. കാരണം എന്താണ്? എയർപോർട്ട് എന്ന് പറഞ്ഞത് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ആണ്, അവിടെ വെച്ച് കാണുമെന്നാണ് പറഞ്ഞത്. അപ്പം at തന്നെ ഉപയോഗിക്കണം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, we will meet dash noon for lunch. ഏതാ ഉപയോഗിക്കാം? നോക്കാം. we will meet at noon ആണ് കേട്ടോ. at noon for lunch. കൃത്യമായിട്ടുള്ള ടൈം പീരീഡ് കേട്ടോ, at noon. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, he usually works dash the morning then exercises in the afternoon. ഏത് ഉപയോഗിക്കാം? in the morning എന്ന് പറയാം. he usually works in the morning. നമുക്കറിയാം ഒരു ദിവസത്തിന്റെ കൃത്യമായിട്ടുള്ള ടൈം പീരീഡ് ഉള്ള ഒരു ഭാഗങ്ങളെ പറ്റി സംസാരിക്കുമ്പം in ആണ് ഉപയോഗിക്കേണ്ടത്. in the morning അല്ലെ in the afternoon, in the evening എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നാലാമത്തെ ചോദ്യം നോക്കിക്കേ, she was born dash 1998. എന്താ പറയാ കൃത്യമായിട്ടുള്ള വർഷം വരുമ്പോ? ശ്രദ്ധിച്ചേ, she was born in 1998. നമുക്കറിയാം കൃത്യമായിട്ടുള്ള വർഷങ്ങൾ വരികയാണെങ്കിൽ വർഷങ്ങളുടെ മുമ്പ് in എന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ, I can't talk to you right now. I am dash a bus. എന്ത് ഉപയോഗിക്കാം? ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം? എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഏതാ ഉപയോഗിക്കാം? on a bus ഉപയോഗിക്കാം കേട്ടോ. I can't talk to you right now. I am on a bus.
ഞാനൊരു ബസ്സിലാണ്. കണ്ടോ? നമുക്കറിയാം വലിയ വലിയ വാഹനങ്ങളുടെ മുമ്പിൽ എന്ത് ചേർക്കണം? ഓൺ ആണ് ചേർക്കേണ്ടത്. ഓൺ എ ബസ്, ഓൺ എ ട്രെയിൻ, അല്ലെ? ഓൺ എൻ എയർപ്ലെയിൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ. ആറാമത്തെ ചോദ്യം നോക്കിക്കേ. ദ ഇവന്റ് വിൽ ടേക്ക് പ്ലേസ് ഡാഷ് സാറ്റർഡേ നൈറ്റ്. എന്ത് പറയും? ഓൺ ആണോ, അറ്റാണോ, ഇന്നാണോ? നമുക്ക് നോക്കാം. ഓൺ സാറ്റർഡേ നൈറ്റ്. കണ്ടോ? കൃത്യമായ ദിവസങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഓൺ ആണ് ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഐ ലെഫ്റ്റ് മൈ ബുക്ക് ഡാഷ് ദ ടേബിൾ ഇൻ ദ ലിവിംഗ് റൂം. എന്തുപയോഗിക്കാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത്? ശ്രദ്ധിച്ചേ. ഐ ലെഫ്റ്റ് മൈ ബുക്ക് ഓൺ ദ ടേബിൾ ഇൻ ദ ലിവിംഗ് റൂം. ലിവിംഗ് റൂമിനുള്ളിലുള്ള, അതുകൊണ്ടാണ് ഇന്ന് അവിടെ ചേർത്തിട്ടുള്ളത്. മേശയുടെ മുകളിൽ, ഓൺ ദ ടേബിൾ. കണ്ടോ? ഞാൻ എന്റെ ബുക്ക് അവിടെ വെച്ചു. ഓൺ ദ ടേബിൾ ഇൻ ദ ലിവിംഗ് റൂം. കണ്ടോ? ലിവിംഗ് റൂമിനുള്ളിലുള്ള ഒരു ടേബിളിന്റെ മുകളിൽ. കണ്ടോ? ഓണും ഇന്നും കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ? അടുത്ത ചോദ്യം നോക്കാം. ദ കോൺഫറൻസ് വിൽ ബി ഹെൽഡ് ഡാഷ് ദ മെയിൻ ഓഡിറ്റോറിയം. എന്ത് പറയാം? ഓൺ ആണോ, ഇന്നാണോ, അറ്റാണോ? നമുക്ക് നോക്കാം. The conference will be held in the main auditorium. In the main auditorium. മെയിൻ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലാണ് ഈ കോൺഫറൻസ് നടക്കപ്പെടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. വലിയ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ഉള്ളിൽ എന്ന് കാണിക്കാൻ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അടുത്തത് നോക്കാം. ഒമ്പതാമത്തത്. There is a pharmacy dash the end of the street. Dash the end of the street. ഏത് ഉപയോഗിച്ചാൽ മീനിങ്ഫുൾ ആകും? There is a pharmacy at the end of the street. കണ്ടോ? കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് അല്ലെ? ആ വലിയ സ്ട്രീറ്റിലെ ഏറ്റവും അറ്റ് ദ എൻഡ്. കണ്ടോ? അറ്റ് ദ എൻഡ് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ആണ്. സ്പെസിഫിക് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ അറ്റ് ഉപയോഗിക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ്. ക്ലിയർ? അടുത്ത നോക്കിക്കേ. The children played dash the park after school. എന്തുപയോഗിക്കാം? The children played in the park after school. ആ പാർക്കിന്റെ ഉള്ളിലാണ് അല്ലെ? കൃത്യമായിട്ടുള്ള ബൗണ്ടറി അല്ലെ, അതിർത്തികളുള്ള ഒരു പാർക്കിന്റെ അല്ലെ, ഒരു പക്ഷെ മതിലുണ്ടാവാം. അതിന്റെ ഉള്ളിലാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാർക്കിന്റെ ഉള്ളിൽ എന്ന് കാണിക്കാൻ എന്ത് വേണം? ഇൻ ദ പാർക്ക്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാർക്കിന്റെ ഉള്ളിൽ. ഓക്കെ. അടുത്ത് നോക്കിക്കേ. We were stuck dash traffic for over an hour. എന്ത് ഉപയോഗിക്കാം? We were stuck in traffic for over an hour എന്ന് പറയാം അല്ലെ? ഇൻ ട്രാഫിക് ജാം അല്ലെ? ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ അനേകം വണ്ടികൾ കൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ഉള്ളിലാണ് പെട്ടുപോയത്. We were stuck in traffic. ഇൻ ട്രാഫിക് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. അടുത്തത് നോക്കൂ. Let's meet dash 5 PM to discuss the project. 5 മണിക്ക് കാണാം. കൃത്യമായ സമയമാണ് അല്ലെ? എന്തുപയോഗിക്കാം? Let's meet at 5 PM to discuss the project. പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കൃത്യം 5 മണിക്ക് തന്നെ കാണാം. കൃത്യമായ ഒരു സമയമായതുകൊണ്ട് അറ്റു തന്നെ ഉപയോഗിക്കണം. ഇന്ന് മോണെന്ന് ഉപയോഗിച്ചിട്ട് മോണ് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. ഇന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. അടുത്തത് 13ാമത്തെ ചോദ്യം നോക്കിക്കേ. My office is dash the third floor of the building. ബിൽഡിങ്ങിന്റെ 3ാം നിലയിലാണ് എന്റെ ഓഫീസ്. എന്ത് പറയാം? My office is on the third floor of the building. കണ്ടോ? On the third floor, on the first floor, on the second floor. കൃത്യമായ ഫ്ലോർ പറയുന്നുണ്ടെങ്കിൽ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. 14ാമത്തെ ചോദ്യം നോക്കിക്കേ. She wrote a note dash the top of the page. എന്തുപയോഗിക്കാം? അറ്റാണോ, ഇന്നാണോ, ഓണാണോ? നമുക്ക് നോക്കാം. She wrote a note on the top of the page എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവും. അറ്റ് ദ ടോപ്പ് ഓഫ് എന്ന് പറഞ്ഞൂടെ? പറയാം. പക്ഷെ നോട്ട്ബുക്കിന്റെ പേജിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. വലിയൊരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ, കുത്തനെ നിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ അറ്റ് ദ ടോപ്പ് എന്ന് നമുക്ക് പറയുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഇതൊരു
പരന്നൊരു അല്ലെ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രതലമാണ് അല്ലെ, ഒരു പ്രതലത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് കാണിക്കാൻ ഓൺ ദ ടോപ്പ് എന്നാണ് അല്ലെ. കേക്കിന്റെ മുകളിൽ നിന്ന് എങ്ങനെ പറയാം? ഓൺ ദ ടോപ്പ് ഓഫ് ദ കേക്ക് എന്നാണ് അല്ലെ. കേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതലമാണ് അല്ലെ. അതുപോലെ തന്നെയല്ലേ നോട്ട്ബുക്കിന്റെ ഒരു പേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഓൺ ദ ടോപ്പ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കിക്കേ. They went around the city dash a rented car. ഒരു റെന്റഡ് കാറിനുള്ളിൽ അല്ലെ എന്ന് കാണിക്കാൻ ഇന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നോക്കിക്കേ, they went around the city in a rented car. നമുക്കറിയാം കാർ എന്ന് പറഞ്ഞത് ഒരു ലിമിറ്റഡ് അല്ലെ സ്ഥലം മാത്രമുള്ള ഒരു വാഹനമാണ്. അപ്പൊ അതിനെന്ത് ഉപയോഗിക്കണം? ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മുടെ 15 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുകയാണ്. ഈ 15 ക്വസ്റ്റ്യൻ ശരിയാക്കി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക കേട്ടോ. ശരിയാകാത്തവരുണ്ടെങ്കിൽ കൂടുതൽ ഒന്നും കൂടി ആ നോട്ട്സ് ഒക്കെ ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് എഴുതിയെടുത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു തവണ കൂടി ക്വിസ് അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 15 15 നേടാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്രിപ്പോസിഷൻസ്, പ്രത്യേകിച്ച് ഇന്ന്, അറ്റ്, ഓണ് ഇവയുടെ ഉപയോഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്.